ശതാബ്ദങ്ങളായി മനസ്സിലൊളിപ്പിച്ച പ്രണയത്തിന്റെ അതിസുന്ദരമായ കഥയാണ് ഏഴുകടൽ ഏഴുമലൈ. മലയാളികളുടെ പ്രിയതാരം നിവിൻ പോളിയെ നായകനാക്കി സംവിധായകൻ റാം ഒരുക്കിയ ചിത്രമാണിപ്പോൾ കടലുകൾ താണ്ടി റോട്ടർഡാം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പ്രീമിയർ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഫെസ്റ്റിവലിൽ വെച്ച് നടന്ന പ്രീമിയർ ഷോയ്ക്ക് ശേഷം ചിത്രത്തെക്കുറിച്ച് മികച്ച അഭിപ്രായങ്ങളാണിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി ചിത്രങ്ങൾ മാറ്റുരയ്ക്കുന്ന റോട്ടർഡാം ഫിലിം ഫെസ്റ്റിവലിലെ സ്ക്രീനിങ്ങിന് ശേഷം നിരൂപകരിൽ നിന്നും ഗംഭീര പ്രതികരണമാണിപ്പോൾ ചിത്രത്തിന് ലഭിച്ചത്. ചിത്രത്തെ പ്രശംസിച്ചുകൊണ്ട് റോട്ടർഡാം ഫിലിം ഫെസ്റ്റിവലിലെ കമ്മ്യൂണിക്കേഷൻ വിഭാഗം മേധാവി അന്നൈ വാബികയും രംഗത്തെത്തിയിരുന്നു. 32 വയസ്സുകാരനായ ഒരു യുവാവും 800ഓളം വർഷം പ്രായമുള്ള മരണമില്ലാത്ത ഒരു മനുഷ്യനും യാദൃച്ഛികമായി കണ്ടുമുട്ടുന്നു. അത് നൂറ്റാണ്ടുകളായി പടർന്നു പന്തലിച്ച പ്രണയത്തിന്റെയും സഹാനുഭൂതിയുടെയും അതിജീവനത്തിന്റെയും കഥയായി വികസിക്കുകയാണ്. ഈ സിനിമ ബിഗ് സ്ക്രീനിൽ കാണാൻ താൻ ആവേശത്തോടെ കാത്തിരിക്കുകയാണെന്നാണ് അന്നൈ വാബിക അവകാശപ്പെട്ടത്. ഒരു ഫാന്റസി പ്രണയ ചിത്രമായാണ് ഏഴുകടൽ ഏഴുമലൈ റാം ഒരുക്കിയത്. ഒരു മത്സ്യത്തൊഴിലാളിയുടെ ജീവിതത്തെ ആസ്പദമാക്കി പ്രണയം വ്യത്യസ്തമായ രീതിയിൽ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നുവെന്നതാണ് സിനിമയുടെ സവിശേഷത. തമിഴ് നടൻ സൂര്യയും ഒരു പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രത്തിൽ നടി അഞ്ജലിയാണ് നായികയായി എത്തുന്നത്. യുവൻ ശങ്കർ രാജയാണ് ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിന് സംഗീതം പകരുന്നത്. റോട്ടർഡാമിൽ ബിഗ് സ്ക്രീനിൽ കോമ്പറ്റീഷൻ എന്ന വിഭാഗത്തിലാണ് ചിത്രം ഔദ്യോഗികമായി മത്സരിക്കുന്നത്. ജനുവരി 25 മുതൽ ഫെബ്രുവരി 4 വരെയാണ് നെതർലാൻഡ്സിലെ റോട്ടർഡാമിൽ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നത്. സ്വതന്ത്ര സിനിമകൾക്കും പരീക്ഷണ സിനിമകൾക്കും വലിയ പ്രാധാന്യം നൽകുന്ന ലോകോത്തര ചലച്ചിത്രമേളയാണ് റോട്ടർഡാം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ. മമ്മൂട്ടിയെ നായകനാക്കി ദേശീയ അവാർഡ് ജേതാവ് കൂടിയായ റാം ഒരുക്കിയ തമിഴ് ചിത്രം പേരൻപും റോട്ടർഡാം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഉദ്ഘാടന ചിത്രമായി പ്രദർശിപ്പിച്ചിരുന്നു. റോട്ടർഡാം ഫിലിം ഫെസ്റ്റിവലിൽ നിർബന്ധമായി കാണേണ്ട 20 ചിത്രങ്ങളുടെ കൂട്ടത്തിലും പേരൻപ് ഇടം പിടിച്ചിരുന്നു. അമുതവൻ എന്ന ടാക്സി ഡ്രൈവറുടെ വേഷത്തിലാണ് മമ്മൂട്ടി ചിത്രത്തിൽ അഭിനയിച്ചത്. സവിശേഷ ശാരീരിക വൈകാരിക അവസ്ഥയുള്ള പെൺകുട്ടിയുടെ അച്ഛനായാണ് മമ്മൂട്ടിയുടെ കഥാപാത്രം ചിത്രത്തിലെത്തുന്നത്. അമുതവന്റെയും പാപ്പയുടെയും കഥയിലൂടെ പലവിധ ജീവിത സാഹചര്യങ്ങളാലും ശാരീരിക സവിശേഷതകളാലും ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യരിലേക്കാണ് പേരൻപ് കാഴ്ചയൊരുക്കുന്നത്. ഏഴുകടൽ ഏഴുമലൈ കൂടാതെ 2 മലയാള ചിത്രങ്ങൾ കൂടി ഇത്തവണ റോട്ടർഡാമിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. നവാഗത സംവിധായകൻ മിഥുൻ മുരളിയുടെ പരീക്ഷണ ചിത്രം കിസ് വാഗൺ ഫെസ്റ്റിവലിലെ പ്രധാന മത്സര വിഭാഗമായ ടൈഗർ കോമ്പറ്റീഷനിലേക്കാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. മിലിറ്ററി ഭരിക്കുന്ന സാങ്കല്പിക നഗരത്തിൽ പാർസൽ സർവീസ് നടത്തുന്ന ഐല എന്ന പെൺകുട്ടിയുടെ യാത്രയാണ് കിസ് വാഗണിന്റെ പ്രമേയം. ചിത്രത്തിന്റെ ആനിമേഷനും എഡിറ്റിംഗും സൗണ്ട് ഡിസൈനും മ്യൂസിക്കും നിർവഹിക്കുന്നത് മിഥുൻ മുരളി തന്നെയാണ്. കൂടാതെ നവാഗതനായ അഫ്രദ് വി കെ സംവിധാനവും എഡിറ്റിംഗും നിർവഹിച്ച റിപ്റ്റൈഡ് എന്ന ചിത്രവും റോട്ടർഡാമിൽ ബ്രൈറ്റ് ഫ്യൂച്ചർ വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. മീഡിയ വൺ അക്കാദമിയിലെ ചലച്ചിത്ര പഠനത്തിന്റെ ഭാഗമായി ഡിപ്ലോമ സിനിമയായി തുടങ്ങിയ സിനിമയുടെ അണിയറയിൽ പ്രവർത്തിക്കുന്നതെല്ലാം ചലച്ചിത്ര പഠന വിദ്യാർത്ഥികളാണ്. സനൽകുമാർ ശശിധരൻ സംവിധാനം ചെയ്ത സെക്സി ദുർഗ, PS വിനോദ് രാജ് സംവിധാനം ചെയ്ത തമിഴ് സിനിമ കൂഴങ്കൽ എന്നീ ചിത്രങ്ങൾ നേരത്തെ റോട്ടർഡാം ഫിലിം ഫെസ്റ്റിവലിലെ പ്രധാന മത്സര വിഭാഗമായ ടൈഗർ കോമ്പറ്റീഷനിൽ പുരസ്കാരം സ്വന്തമാക്കിയിട്ടുണ്ട്. വിനയ് ഫോർട്ട്, ദിവ്യപ്രഭ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഡോൺ പാലത്തറ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഫാമിലി, മഹേഷ് നാരായണന്റെ പൊളിറ്റിക്കൽ ത്രില്ലർ മാലിക്, സെന്ന ഹെഡ്ഗയുടെ കോമഡി ക്രൈം ഡ്രാമ 1744 വൈറ്റ് ഓൾട്ടോ, ഷിനോസ് റഹ്മാൻ, സജാസ് റഹ്മാൻ എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്ത ചവിട്ട്, കൃഷ്ണേന്ദു കലേശ് സംവിധാനം ചെയ്ത പ്രാപ്പട എന്നീ മലയാള ചിത്രങ്ങൾ റോട്ടർഡാമിൽ കഴിഞ്ഞ വർഷങ്ങളിൽ പ്രദർശിപ്പിക്കപ്പെട്ട ചിത്രങ്ങളാണ്.